ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെൽസ് റൂട്ട്. നമ്മളുടെ വർക്കലയ്ക്കുള്ള ട്രാവൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിർത്തിയ സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഒരു വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് വന്ന് കയറി തോന്നിയ ദിവസം കാണിച്ചിട്ട് പോയ ആ വണ്ടിയുടെ പുറകെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളിവിടെ പള്ളിപ്പുറമായി. നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മരത്തിലാണ് നമ്മുടെ ബാലഭാസ്കറിൻ്റെ വണ്ടി വന്ന് ഇടിച്ച് ബാലഭാസ്കർ മരിക്കുകയുണ്ടായ ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ആ ഒരു പഞ്ഞിമരമാണത്. പള്ളിപ്പുറമായി. പള്ളിപ്പുറം പോലീസ് ട്രെയിനിങ് CRPFൻ്റെ ഏരിയയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ നല്ല സ്പേസ് കിട്ടിയതുകൊണ്ട് തന്നെയല്ല ആ ഒരു ടിപ്പർ റൈറ്റിലോട്ട് തിരിയാൻ കിടന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ കയറി പോകുന്നതാണ്. ഇനി വരുന്നത് മംഗലപുരമാണ്. ഇവിടെയാണ് ടെക്നോ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ടെക്നോ സിറ്റി പുതിയ ടെക്നോ പാർക്കിൻ്റെ ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടെക്നോ സിറ്റി. ഇപ്പം നേരത്തെ ലൈറ്റ് മെട്രോ വിഭാവനം ചെയ്തത് ഇവിടം വരെയായിരുന്നു. ഈ ടെക്നോ സിറ്റിയുടെ ഭാഗത്താണ് ലൈറ്റ് മെട്രോൻ്റെ ഇന്ന് നമ്മളിപ്പോൾ കൊച്ചി മെട്രോ കാണുന്ന പോലെ തന്നെ ട്രെയിനിൻ്റെ ഭാഗങ്ങളെല്ലാം ശരിയാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ടെക്നോ സിറ്റിക്ക് വേണ്ടി അത് വിട്ടുകൊടുത്തേക്കാണ്. ഇപ്പം മംഗലപുരമായി. മംഗലപുരത്ത് എനിക്കൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമുക്ക് മംഗലപുരം ജംഗ്ഷൻ വരെ പോകാം. അതിനുശേഷമാണ് ക്ലയൻറ്റിൻ്റെ ഓഫീസ് വരുന്നത്. ചിലപ്പം ക്ലയൻറ്റിൻ്റെ കൂടെ വർക്കലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലം വരെ പോകേണ്ടി വരും. നോക്കാം. ഇതിപ്പം നേരെയുള്ള കൊല്ലം, ലെഫ്റ്റിലോട്ട് പോയാൽ മുരുക്കുമ്പുഴ, റൈറ്റിലോട്ട് പോയാൽ പോത്തങ്കോട്. അവിടെ വരെ ചെന്ന് കയറുന്ന ഇതാണ് മംഗലപുരം ജംഗ്ഷനാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് ഇറങ്ങി. പുള്ളിക്ക് വേറൊരു സ്ഥലത്തൂടെ ക്ലയൻറ്റിൻ്റെ വേറൊരു ഓഫീസ് കൂടെ ഉണ്ട്. അത് പാരിപ്പള്ളിയാണ്. അപ്പം അവിടെയും കൂടെ ഒന്ന് പോകണം. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോകുന്നതിൻ്റെ രണ്ടാമത്തെ ക്ലയൻറ്റായിട്ടുള്ള വർക്കലയുള്ള ആളുടെ അടുത്താണ്. അപ്പോൾ വർക്കല ഇന്ന് തിരിച്ച് വരുന്ന വഴി ആറ്റിങ്ങിലൊരു ക്ലയൻറ്റുണ്ട്. ആറ്റിങ്ങിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി. ആറ്റിങ്ങിൽ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ആളുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം ക്ലയൻറ്റിൻ്റെ. അങ്ങനെ ഒരു ഇത് നമ്മളെ ഇപ്പം നേരെ മുരുക്കുമ്പോഴേക്കുള്ള റോഡാണിത്. അതായത് മംഗലപുരത്ത് നിന്ന് മുരുക്കുമ്പോഴേക്കുള്ള റോഡാണ്. നല്ല അടിപൊളി റോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മൾ റിറ്റ്സിൻ്റെ കുറിച്ചുള്ള പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഏകദേശം 7 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നു ഈ റിറ്റ്സ് എന്ന് പറയുന്ന വണ്ടി. എനിക്കിതുവരെ യാതൊരു അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് എൻ്റെ വണ്ടി തന്നിട്ടില്ല. പിന്നെ
ചെറിയ തട്ടൽ ഒക്കെ, കാരണം നമ്മളായിട്ട് തട്ടാതെ ഈ വെളിയിൽ നിന്ന് വന്ന് ബൈക്കുകാരന്മാരൊക്കെ വന്ന് തട്ടിയിട്ട് പോകുന്ന അങ്ങനെ സ്ക്രാച്ചുകളാണ് ഫുൾ ബാക്കിലായാലും ഒക്കെ വരുന്നത്. അത് നമ്മളുടെ ഏത് വണ്ടിയായാലും അങ്ങനെ സംഭവിക്കുമല്ലോ. നമ്മൾ സ്ക്രാച്ച് ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല നമ്മളെ റോഡിലുള്ള ആൾക്കാരോട് വിചാരിച്ചാൽ മാത്രമേ ഈ തട്ടാതെ മുട്ടാതെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര സൂക്ഷിച്ച് ഓടിച്ചാലും നമ്മളുടെ എതിരെ വരുന്ന വണ്ടികളിൽ ഒന്നെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് കണ്ണാടി വെച്ച് പോറിയിട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ബൈക്കാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലത്തെ ഗാർഡ് വെച്ച് ഇല്ലാത്ത സ്പേസ് ാണ് മെയിൻലി ഈ കൊച്ചു പിള്ളേരായിട്ടുള്ള, അതായത് ഇപ്പം ബൈക്ക് ലൈസൻസ് എടുത്ത അങ്ങനത്തെ പിള്ളേർ നമ്മൾ ഈ വീഡിയോ ഗെയിംസിലൊക്കെ കാണുന്ന പോലെ എന്താ പറയുക, തൊട്ടടുത്തുകൂടെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പോയിന്റ്സ് കിട്ടും എന്നുള്ള ആ ഒരു രീതിയിലുള്ള, അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അത് നമ്മളിപ്പോൾ മുരുകുമ്പുഴ ജംഗ്ഷനായി, ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിലെയാണ് നമ്മൾ വർക്കലയ്ക്ക് പോകുന്നത്. ചിറയൻകീഴ് വഴിയാണ് പോകുന്നത്. മുരുകുമ്പുഴ ജംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ NH-ന് പാരലലായിട്ട് കിടക്കുന്ന റോഡാണിത്. നല്ല സൈലന്റ് റോഡാണ്, വലിയതായിട്ട് ട്രാഫിക്കോ ഒന്നുമില്ല. പഴയ തീരദേശ ഹൈവേ എന്ന് പറയും ഇതിനെ. നമ്മൾ ഈ തൃശ്ശൂരൊക്കെ കാണുന്ന രീതിയിലുള്ള വീടുകളാണ് ഈ ഒരു ഹൈവേയുടെ ചുറ്റും വരുന്നത്. കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റവും എല്ലാം ഉൾപ്പെടുന്ന രീതിയിലാണ് നമ്മളെ ഈ ഒരു റോഡിൻ്റെ ഇരുവശമുള്ള വീടുകൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ വെള്ളക്കെട്ട് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ടൈൽസ് ഇട്ടേക്കുന്നത്. പക്ഷെ മഴയത്ത് ബൈക്കിൽ വരുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു ടൈൽസിൽ കൂടെ വരുന്നത്. കാരണം സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഗ്രിപ്പുള്ള ടൈൽസ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്സിഡൻറ്റ്. ഇപ്പം നമ്മൾ വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നതെങ്കിൽ നല്ല പ്രശാന്തസുന്ദരമായിട്ടുള്ള റോഡാണ്. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് കണ്ടൽക്കാടുകളൊക്കെ വരുന്നുണ്ട്. കണ്ടൽക്കാടും പിന്നെ ഈ മീൻ വളർത്തൽ കേന്ദ്രങ്ങളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇത് തീരദേശ റോഡാണ്. അപ്പം തീരദേശ ഹൈവേ ആണ്. ഇപ്പോൾ ചിറയൻകീഴ് കണിയാപുരം റോഡ് ആണത്. ശരിക്കും ഒട്ടും ട്രാഫിക് ഇല്ല. നമുക്കിപ്പം ഒന്ന് റിലാക്സ് ആയിട്ട് വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. കാരണം കാഴ്ചകൾ കണ്ടു പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം NH എന്നുള്ള തിരക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് നേരെ വർക്കല കഴിഞ്ഞ് വർക്കല ചെന്നാലും വർക്കലയിൽ നിന്ന് തീരദേശ റോഡ് വഴി പോയാലും അവിടെ നമ്മളെ കടലിനോട് ചേർന്നുള്ള ഏരിയ ചില പ്രദേശങ്ങളുണ്ട്. പല പരസ്യങ്ങളിലുമൊക്കെ അത് കാണിക്കുന്നുണ്ട്. പിന്നെ തന്നെയല്ല ഒരു മമ്മൂട്ടി ചിത്രത്തിലുമൊക്കെ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി ഒരു പ്രൊഫസറായിട്ട് വരുന്ന ഒരു റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയുടെ ഷൂട്ടിങ്. പിന്നെ അതേപോലെ തന്നെ ആറ്റിങ്ങൽ ഭീമ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റിൽ എല്ലാം ആ ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാലുമുക്കാണ്, പെരുങ്ങൊഴി നാലുമുക്കാണ്. അല്ലേ, നല്ല സൂപ്പർ റോഡാണ്.
നമ്മുടെ റിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എൻജിനാണ്, നല്ല മൈലേജ് കിട്ടുന്ന ഒരു എൻജിനാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. 78 പവർ TS പവറാണ്. പിന്നെ ക്യാബിൻ ഇൻസുലേഷൻ പണ്ടൊക്കെ ഒന്നും അങ്ങനെ ക്യാബിൻ ഇൻസുലേഷൻ പക്ക ആയിരുന്നില്ല മാരുതിക്ക്. ഇപ്പോഴും ചില വണ്ടികൾക്കൊക്കെ ഇൻസുലേഷനൊക്കെ പക്കയല്ല. കാരണം ഈ ഒരു ഡീസൽ വണ്ടിക്ക്, പ്രത്യേകിച്ച് ഡീസൽ വണ്ടികൾക്ക് ഇൻസുലേഷനൊന്നും പക്കയല്ല. ഇപ്പോൾ അവർ 1000 cc അതേപോലെ തന്നെ 1500 cc ഒക്കെയാണ് പെട്രോൾ എൻജിൻ മാത്രമാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. പുതിയ വണ്ടികൾക്കെല്ലാം 1500 cc, ഇപ്പോൾ എർട്ടിഗ ആയാലും സിയാസ് ആയാലും എല്ലാം 1500 cc എൻജിനാണ് യൂസ് ചെയ്യുന്നത്. ബ്രസ ആയാലും 1000 cc വരുന്നത് നമ്മുടെ വാഗണാർ അല്ലെങ്കിൽ ആൾട്ടോ 1 ലിറ്റർ അതിലൊക്കെയാണ്. അതിൽ ഓട്ടോമാറ്റിക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ എൻജിൻ സൈലൻ്റ് ആണല്ലോ, പ്രത്യേകിച്ച് ഇൻസുലേഷൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഡീസൽ എൻജിനിൽ ഇൻസുലേഷൻ പക്ക അല്ല, അതിൻ്റെ ഒരു മുരൾച്ചയൊക്കെ നമ്മളുടെ ക്യാബിനകത്ത് വരുന്നുണ്ട്. പക്ഷേ എന്ന് നോക്കിയാലും ഒരു സ്പോർട്ടി ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കാർ ഓടിക്കുന്ന സമയത്ത്. കാരണം നമുക്ക് ഒരു ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു വണ്ടി ഓടിക്കുന്നുണ്ട് കിട്ടും. സെൻസ് ആയാലും പിന്നെ ബോഡി റോൾ ആയാലും ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളിപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം 4.5 സ്റ്റാർ റേറ്റിംഗ് 5 റേറ്റിംഗ് ഒക്കെ ഉള്ള ടാറ്റയുടെ വണ്ടിയായാലും മഹീന്ദ്രയുടെ വണ്ടിയായാലും ടാറ്റയ്ക്കൊക്കെ ഇപ്പോഴാണ് ഒരു 4ന് മുകളിലൊക്കെ ഒരു സ്റ്റാർസ് റേറ്റിംഗ് ഒക്കെ കിട്ടിയത്. അത് നെക്സണിലാണ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ മാരുതിക്ക് ഒരേ ഒരു വണ്ടിയിൽ മാത്രമേ ഉള്ളായിരുന്നു 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നത്. 4ഉം 4.5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരേ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ സുസുക്കി റിറ്റ്സ് ആണ്. വേൾഡിൽ അത് ബാക്കിയുള്ള കൺട്രീസിൽ ഇറങ്ങുന്ന ഈ സുസുക്കിയുടെ സ്പ്ലാഷ് എന്ന് പറയുന്ന മോഡലാണ്. അതിൽ 4.5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരേ ഒരു മാരുതിയുടെ വണ്ടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഈ ഒരു വണ്ടി സ്റ്റോപ്പ് ആയതെന്ന് തന്നെയാണ്. കാരണം ബിൽഡ് ക്വാളിറ്റിയിലായാലും പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാർ വേറെ ഉണ്ട്. മാരുതിയുടെ ഭാഗത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു കോപ്പി ക്യാറ്റോ ഒന്നും അല്ലാത്ത ഒരേ ഒരു ഡിസൈൻ, അവരുടെ സ്വന്തം ഡിസൈൻ എന്ന് പറയാവുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയേക്കുന്നത്. ബാക്കി മിക്ക കാറുകൾ ഇപ്പം മാരുതിയുടെ സിയാസ് ആയിക്കോട്ടെ, സിയാസ് ഹോണ്ട സിറ്റിയുടെ അതേ കോപ്പി ക്യാറ്റാണ്. അതേപോലെ ബ്രസ XL6 ആയാലും, XL6 ശരിക്കും പറഞ്ഞാൽ GLXൻ്റെ സെയിം കോപ്പിയാണ്. അതായത് BMW GLX എന്ന് പറയുന്ന മോഡലിൻ്റെ സെയിം കോപ്പിയാണ് XL6 എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട് ഗ്രില്ല് ഓഡിയുടെ ഗ്രില്ലായിട്ടാണ്. ഞാൻ ആദ്യം XL6 എന്ന് പറയുന്ന വണ്ടി കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് നെക്സയിൽ സീനിയർ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം അവൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, എടാ ഇതിൻ്റെ കോപ്പി അല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് എന്തൊക്കെ തോന്നുന്നുണ്ടെന്ന് ചോദിച്ചു. ഏതിൻ്റെയൊക്കെ കോപ്പിയാണ്? നമുക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് അവൻ പറയേണ്ടത്.
പിന്നെ XL6 ഒക്കെ വണ്ടി കൊള്ളാം, നല്ല നല്ല കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പുള്ളി മേടിച്ചേക്കുന്ന XL6 ആണ്. ഞാൻ വണ്ടി ഓടിച്ച് നോക്കി, നല്ല കംഫർട്ടൊക്കെയാണ്. പക്ഷേ ഡീസലിന് കൂടെ വരാറുന്നു ഒരു ബ്ലൂ ലിക്വിഡ് എല്ലാം കൊടുത്തുകൊണ്ട് ഒരു ഡീസൽ വേരിയൻ്റ് കൊണ്ടുവരായിരുന്നു. അതായത് നമ്മുടെ ഫിയറ്റിൻ്റെ എൻജിനായിട്ടുള്ള അത് കൊടുത്തുകൊണ്ട്, അതായത് ഇപ്പം നമ്മളെ ജീപ്പിനായാലും അതേപോലെ തന്നെ ഹാരിയറിനായാലും കൊടുത്തിട്ട് MG ഹെക്ടറിനായാലും കൊടുത്തിട്ടുള്ള സെയിം എൻജിൻ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പവർ കുറച്ചിട്ട് XL6 കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് കേട്ടോ. നല്ല കംഫർട്ടുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ സീറ്റും എല്ലാം കൂടെയുള്ള XL6 കൊള്ളാം. ഇതിപ്പം മാഞ്ചാടി മൂടായി. ഈ ഒരു ഏരിയയിലാണ് കുറച്ച് നമ്മളുടെ റെയിൽവേ പാളവുമായിട്ട് ഒരേപോലെ പോകുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു മഞ്ചാടി മൂടെന്ന് പറയുന്നത്. ശാർക്കര മഞ്ചാടി മൂട് റോഡ്. നമുക്ക് പാരലലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റെയിൽവേ പാളമാണ്. ബെബ്കോയിലെ തിരക്ക് കണ്ടില്ലേ? കോവിഡാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാവരും ബെബ്കോയുടെ ഫ്രണ്ടിലാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് ശാർക്കര ടെമ്പിൾ വരുന്നത്. ഈ റോഡ് നേരെ ചെന്ന് നിൽക്കുന്നത് ചിറങ്കേഴി ജംഗ്ഷനിലാണ്. ഇവിടെ വരുമ്പോഴത്തെ ഈ ഒരു ഏരിയ വരുമ്പോഴത്തെ കുറച്ച് റോഡ് നാരോ ആണ്. നമുക്ക് കൂടുതൽ ഓവർടേക്കിങ്ങിനുള്ള ചാൻസസ് ഒക്കെ കുറവാണ് ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ. നമ്മളങ്ങനെ ചിറയൻകീഴ് ടൗണിൽ വന്നിരിക്കുകയാണ്. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ NH കയറാം, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിറയൻകീഴ് റൂട്ടിൽ കയറാൻ പറ്റും. അതായത് നമ്മളുടെ ഇവിടെ ഒന്നും ആൾക്കാർക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. സിറ്റിക്കകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ എല്ലാ ആൾക്കാരും ഹെൽമെറ്റ്, കാരണം പെറ്റിയടിക്കുക എന്നുള്ള ഒരു ഇതിൽ തന്നെ എല്ലാവരും ഹെൽമെറ്റ് വെക്കാൻ. പക്ഷെ ഇവിടെ അങ്ങ് ചെക്കിങ് വലുതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇല്ലാതെ എല്ലാവരും പറയുന്നത്. ഒരു രീതി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ ഏറ്റവും കൂടുതൽ ബൈക്ക് ഓടിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പരക്കൊണ്ട് ഉണ്ടാകാനുള്ള ചാൻസ് തലയ്ക്കാണ്. തലയ്ക്ക് ഇത് വന്ന് തല പൊട്ടിയാണ് പല മരണങ്ങളും സംഭവിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഹെൽമെറ്റ്, നമ്മളിപ്പോൾ റോഡ് സൈഡിൽ കാണുന്ന ഈ ഇത് കട്ടി കുറഞ്ഞ ഹെൽമെറ്റ് അല്ല വെക്കണ്ടേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ISI ട്രേഡ് മാർക്ക് എക്സാക്റ്റ് ആയിട്ട്, കാരണം ISI സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽമെറ്റുകളുണ്ട്. ആ ഹെൽമെറ്റ് മേടിച്ച് വയ്ക്കുക. അല്ലാതെ പോലീസുകാരെ പോലീസിനെ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിൻ്റെ ചെക്കപ്പിനെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്തുനിന്ന് ഹെൽമെറ്റ് മേടിച്ച് വെക്കുന്നത് ഒരിക്കലും നല്ല ഇതല്ല. വെറുതെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൈസ, അതിൽ മുടക്കുന്ന പൈസ മതി ISIയുടെ നല്ല. ഇപ്പോൾ സ്റ്റീൽ ബേർഡിൻ്റെ ആയാലും തന്നെ നമുക്കൊരു 790 രൂപ തൊട്ട് അങ്ങോട്ടുണ്ട് ഹെൽമെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. സ്റ്റീൽ ബേർഡിന്
ശരിക്കും സ്റ്റീൽ ബേഡിൻ്റെ ഹെൽമെറ്റ് യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ എയ്റോപ്ലെയിനൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വെച്ചാണ് സ്റ്റീൽ ബേഡിൻ്റെ ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക നല്ല ഷെയ്ക്കും മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇപ്പം പെട്ടെന്ന് ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ ബൗൺസ് ചെയ്തേ ഉള്ളൂ, അല്ലാതെ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പോകുമെന്നുള്ള ഒരു ഫീലുണ്ട്. കാരണം ഞാൻ തന്നെ സ്റ്റീൽ ബേഡിൻ്റെ ഒരു കസ്റ്റമറാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ബേഡ് തന്നെയാണ്. ആദ്യം മേടിച്ചത് അതെ, രണ്ടാമത്തെ ബൈക്ക് എടുത്ത സമയത്ത് കിട്ടിയ ഹെൽമെറ്റും സ്റ്റീൽ ബേഡിൻ്റെ തന്നെ സെയിം ക്വാളിറ്റി തന്നെയാണ്. സ്പാങ്ലിയാണ് രണ്ടാമത്തെ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ശരിക്കും നന്നായിട്ട് യൂസ് ചെയ്തേക്കുന്ന ആദ്യത്തെ ഹെൽമെറ്റ് തന്നെയാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വല്ലപ്പോഴുമാണ് ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് വെക്കാതെ ഇറങ്ങാറില്ല. ഈ ഒരു ഏരിയ കുറച്ച് റോഡ് മോശമാണ്, കുറച്ച് നല്ല രീതിയിൽ മോശമാണ്. ഒരു ചാടിയുള്ള റോഡാണ്. റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. പിന്നെ മെറ്റലൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വികസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ കടയ്ക്കാവൂർ പാലമായി. മെയിൻ പാലമാണ്, കടയ്ക്കാവൂരിൻ്റെ മെയിൻ പാലമാണ് നേരത്തെ കയറി വന്നത്. ഞാൻ പറഞ്ഞല്ലോ, റിസോഴ്സസിൻ്റെ കുറവ് കാരണം ലെഫ്റ്റ് സൈഡും ഒക്കെ നമുക്ക് പിക്ചറൈസ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ ആക്സസറീസിൻ്റെ കുറവുകൊണ്ട് പിക്ചറൈസ് ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കോ ഡ്രൈവറിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിലിരുന്ന് നമ്മളുടെ ഇതിന് ഈ ഒരു രീതിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിൻഷീൽഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഇതിലാണ് മൊബൈലിൽ ഹാങ് ചെയ്തേക്കുന്നത്. ഇടയ്ക്ക് നിർത്തുന്ന സമയങ്ങളിലാണ് നമ്മൾ സെൽഫി മോഡിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഈ ഒരു ഏരിയ ആയപ്പോഴത്തേക്ക് കുറച്ചൊന്നല്ല, നല്ല രീതിയിൽ മോശമാണ് റോഡ്. നമ്മളുടെ അടുത്തു നിന്നെല്ലാം ടാക്സ് മേടിക്കുന്ന ഗവൺമെൻറ് അല്ലേ. ഈ റോഡുകൾ പക്കയായിട്ടൊന്ന് ഇട്ടിരുന്നെങ്കിൽ അത്രയും നല്ലതാണ്. അതായത് സ്റ്റേറ്റ് ഹൈവേ പോലും പക്കയായിട്ട് ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇതായിരുന്നു. നമ്മളെ വെയർ ആൻഡ് ടയർ കുറയ്ക്കാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഓടുന്ന ടൈമിൽ നമ്മൾ ആദ്യമേ വണ്ടി ഇറക്കുന്ന സമയത്ത് ടാക്സ് കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. 15 വർഷത്തേക്കുള്ള ടാക്സ് കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ആ മേടിക്കുന്ന പൈസയ്ക്കുള്ള ഒരു മൂല്യത്തിൽ എല്ലാ റോഡുകളും പക്കയായിട്ട് ഇട്ടിരുന്നാൽ നന്നായിരുന്നു. ശരിക്കും ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡ് വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പോയ മലേഷ്യയിലുള്ള റോഡ് 2010 എന്നാ രീതിയിലാണ്. ഞാൻ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം, അതായത് റോഡ് വികസനമായാലും ഡെവലപ്മെൻ്റ് ആയാലും അതിനൊന്നും ഒരു പാർട്ടി നോക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ മലേഷ്യയിലെ പോലത്തെ സിസ്റ്റം, അതായത് ഒരു പാർട്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് പാർട്ടി ഏത് പാർട്ടി വന്നാലും അത് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ള രീതിയിലുള്ള സിസ്റ്റം വരണം. ശരിക്കും പറഞ്ഞാൽ വന്നേ ഒക്കത്തുള്ളൂ. കാരണം ഒന്നിവിടെ ചെക്കാല വിളകം എന്ന് പറയുന്ന ഏരിയയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത്.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയം കളിച്ച് ഈ ഡെവലപ്മെൻറ്റ്സ് ഒന്നും കളയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. നമ്മളെ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഡെവലപ്മെൻറ്റിനുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം എല്ലാ പാർട്ടികളും ഒരുമയോടെ ചെയ്യുക, അഴിമതി കുറയ്ക്കുക, ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം തന്നെ നമ്പർ 1 ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എല്ലാവരും ഒരുപോലെ മനസ്സ് വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമോ, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ വളരെ വേഗം നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. It's Ranjit Krishna signing off from Sil Studio.